ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ മോർണിംഗ് കിച്ചൺ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലത്തെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ കൂടെ കുഞ്ഞും കൂടി എഴുന്നേറ്റ് കേട്ടോ. അപ്പോൾ അവളവിടെ ഇരുത്തിക്കൊണ്ട് ഞാൻ ആദ്യം അടുക്കള ഒന്ന് അടിച്ചിടുന്നുണ്ട്. പിന്നെ ചായ വെക്കണം. രാവിലത്തേക്ക് കഴിക്കാനായിട്ട് അപ്പോൾ മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ അപ്പത്തിലുള്ള അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അത് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ അടുക്കള അടിച്ചതിന് ശേഷം കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റൗവും ഒക്കെ ഒന്ന് തുടച്ചിടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ചായക്ക് വെള്ളം വെക്കുവാണ്. ചായയല്ല, കാപ്പി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ കടയിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും ബാക്കി ഇങ്ങോട്ട് തരാനായിട്ട് ചില്ലറ ഉണ്ടായിരുന്നില്ലാത്ത കാരണം ഒരു പാക്കറ്റ് 5 രൂപയുടെ കാപ്പിപ്പൊടി തന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ കാപ്പി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കുറച്ച് പാത്രങ്ങളുണ്ട്, അത് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിനെ ഇത് മോൻ്റെ അടുത്ത് ഇരുത്തിയേക്കുവാണ് കേട്ടോ. രണ്ടുപേരും കൂടി കളിക്കുവാണേ. അങ്ങനെ ഇത് പാത്രങ്ങളെല്ലാം തേച്ചെടുത്തതിന് ശേഷം അപ്പോഴേക്കും കാപ്പി തിളച്ചിട്ടുണ്ട്. പിന്നെ പാത്രം ഉണങ്ങിയ പാത്രങ്ങളെല്ലാം സ്റ്റാൻഡിലേക്ക് കയറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാപ്പി തിളച്ചു. അത് ഇറക്കി വെച്ചതിന് ശേഷം ഇത് മുട്ട വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുഞ്ഞിന് സിർലാക്ക് കൊടുക്കാൻ പോവാണ് കേട്ടോ. അവൾക്ക് വിശക്കുന്നുണ്ട്. പിന്നെ ഇത് കാപ്പി ചൂടാറാനായിട്ട് ഒഴിച്ച് വെച്ചു, ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചു. വന്നിട്ട് ഞാൻ ബ്രഷ് ചെയ്യാൻ പോയി വന്നപ്പോഴേക്കും കുഞ്ഞ് എടുക്കാൻ പറഞ്ഞ് കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളെ എടുത്ത് ഞാൻ കാപ്പി കുടിക്കുവാണേ. അപ്പോഴേക്കും കുഞ്ഞിന് ഉറക്കം വന്ന് അവളെ ഉറക്കി കേട്ടോ. പിന്നെ ഞാനൊരു തേങ്ങ പൊതിച്ചെടുക്കുന്നുണ്ട് അപ്പത്തിനുള്ള അരി ഇറക്കാനായിട്ട്. അത് തേങ്ങ പൊതിച്ചെടുത്ത് നേരെ കുഞ്ഞിനെ കൊണ്ട് ഉറക്കി കേട്ടോ. പിന്നെ ഞാൻ അപ്പത്തിനുള്ള മാവ് അരച്ചെടുക്കുന്നുണ്ട്. അപ്പത്തിനുള്ള മാവ് ഇന്നലെ രാത്രി കുതിരാനിട്ടതാണ് കേട്ടോ. പച്ചരിയും ചോറും ഈസ്റ്റും പഞ്ചസാരയും കൂടി കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്ന് രാവിലെ എടുത്ത് അരച്ചെടുക്കണം കേട്ടോ. അരക്കാൻ നേരത്ത് ഒരു അരമുറി തേങ്ങയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്താണ് അരക്കുന്നത്. പിന്നെ മുട്ടക്കറിക്കുള്ള സവാള അരിഞ്ഞെടുക്കുന്നുണ്ട്. 2 കുഞ്ഞ് സവാള എടുക്കുന്നുള്ളൂ കേട്ടോ. സവാള അരിഞ്ഞ് നേരെ അടുപ്പത്തേക്ക് വെച്ചിട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് സവാള ഇട്ടു. പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി സവാള വാടി വന്നപ്പോഴേക്കും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. സവാളയൊക്കെ വെന്ത് വന്നപ്പോഴേക്കും അതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുത്തു. മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പം കൂടി ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വോയിസ് എടുക്കുന്നത് എൻ്റെ പീലിമോൾ ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അമ്മയോട് എടുക്കാൻ പറഞ്ഞുകൊണ്ട് അവൾ വാശി പിടിച്ച് കരയുവാണേ. അപ്പോൾ അവൾ നിർത്തുമ്പോൾ വേണം, സൗണ്ട് ഉണ്ടാക്കാത്ത സമയത്ത് വേണം വോയിസ് കൊടുക്കാൻ. അപ്പോൾ അപ്പം കൂടി ചുട്ടെടുത്തു. അങ്ങനെ മോന് കൊണ്ടുപോയി കൊടുക്കുവാണ് കേട്ടോ. കട്ടൻ കാപ്പിയും അപ്പവും കൂടി മുട്ടക്കറിയും കൂടി മോന് കൊടുത്തു. പിന്നെ അരി ഇടാനുള്ള വെള്ളം കുക്കറിലാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ അത് അരി കഴുകി കുക്കറിലേക്ക് ഇട്ടു. അപ്പോൾ അപ്പം ചുട്ട് കഴിയുമ്പോൾ ഈ അരിയും കൂടി അടുപ്പത്തേക്ക് വെക്കുവാണ് കേട്ടോ. എന്നിട്ട് ഞാനിത് കഴിക്കാൻ പോവുകയാണ്. കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പം തന്നെ പാത്രം കൂടി കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ടോ. ചോറ് കുക്കറിലിട്ടിട്ടുണ്ട്. പിന്നെന്താ, ഇനി കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ട് കേട്ടോ. ഉത്സവത്തിന് അമ്പലത്തിലിട്ടുണ്ട് ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ട്. അത് മിഷ്യത്തിലിടാറില്ല, കൈ കൊണ്ടുവരെ വാഷ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ രാവിലത്തെ ജോലിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ മീൻ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാൻ പോകണം. കുറേ ദിവസം മീൻ വാങ്ങിച്ചിട്ട്. അപ്പോൾ മീൻ കിട്ടുവാണെങ്കിൽ ഉച്ചത്തേക്ക് കറി ഉണ്ടാക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഡെയിലി കിച്ചൺ വ്ലോഗ്, മോർണിംഗ് കിച്ചൺ വ്ലോഗാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. ഓക്കെ, ബൈ.